തലക്കെട്ട് വിവാദത്തിൽ ദേശാഭിമാനിയിൽ നടപടി. വാരാന്ത പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് കെ.ആർ. അജയനെ മാറ്റി. പാർട്ടിയെ തുടർച്ചയായ പ്രതിസന്ധിയിലാക്കുന്നതിൽ കടുത്ത അമർഷത്തിൽ സിപിഎം. കള്ളൻ വിജയൻ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച എഴുത്തുകാരൻ. പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് സഖ്യം വരുന്നു. യു.ഡി.എഫ് ഭരണം വീണു. എൽ.ഡി.എഫ് അവിശ്വാസം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങളും കോൺഗ്രസ് വിമതയും പിന്തുണച്ചു. കോൺഗ്രസ് അംഗങ്ങൾ എത്തിയത് വിപ്പ് ലംഘിച്ച്. സിക്കിം ടണൽ അപകടത്തിൽ മരണം 11ആയി. നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. മീഥെയ്ൻ വാതകത്തിന്റെ അളവുയർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. അപകടമുണ്ടായത് ഇന്നലെ വൈകിട്ട് 3 മണിയോടെ. യുക്രൈനിൽ കൊല്ലപ്പെട്ട മലയാളി നാവികന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തീവ്ര ശ്രമം. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയൽ മരിച്ചത് റഷ്യൻ ആക്രമണത്തിൽ. റഷ്യയെ കടുത്ത പ്രതിഷേധമറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണ സംഘത്തിൽ മാറ്റം. ആഭ്യന്തര വകുപ്പ് നടപടി കുടുംബം അതൃപ്തി അറിയിച്ചതോടെ എം കെ റാമിന്റെ ജാമ്യത്തിൽ ഡിജിപിയോട് വിശദീകരണം തേടി മന്ത്രി. ഹൈക്കോടതിക്ക് മുന്നിൽ ദമ്പതികളുടെ ആത്മഹത്യാശ്രമം. വ്യാജ പീഡന കേസിൽ കുടുക്കാൻ പോലീസ് ശ്രമിക്കുന്നെന്ന കുറിപ്പ്. തിരുവനന്തപുരത്ത് ബാറിനെത്തിയിട്ട് അനീഷിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. മുഖത്തടിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് കാരണമെന്ന് പ്രതി. പൊള്ളലേറ്റ 2 പേരുടെ നില ഗുരുതരം. വി.എസ്. അച്യുതാനന്ദ ഓർമ്മയായിട്ട് 1 വർഷം. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അനുസ്മരണ സമ്മേളനം. വി.എസ്. സ്മാരകം ഉദ്ഘാടനം വൈകിട്ട്.